നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുകയാണ്. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ്, നിലവിൽ വിവിധ സംസ്ഥാനങ്ങളിൽ അവരുടെ ഗവൺമെൻറ്റുകൾ വിതരണം ചെയ്യുന്ന വിവിധ ജനക്ഷേമകരമായിട്ടുള്ള പദ്ധതികൾ, അതായത് പെൺകുട്ടികൾക്ക്, വീട്ടമ്മമാർക്കുള്ള ധനസഹായ പദ്ധതികൾ, സ്കൂൾ കോളേജ് വിദ്യാർത്ഥിനികൾക്ക് ലഭിക്കുന്ന അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന ധനസഹായ പദ്ധതികൾ, അങ്ങനെ വിവിധ മേഖലകളിൽ ആനുകൂല്യങ്ങൾ അവരുടെ കൈകളിലേക്ക് എത്തിക്കുന്ന വിവിധ പദ്ധതികളുണ്ടായിരുന്നു. ഇതേ രീതിയിൽ നമ്മളുടെ സംസ്ഥാനത്ത് പദ്ധതി നടപ്പിലാക്കുമെന്ന് ഇപ്പോൾ UDF അവരുടെ പ്രകടന പത്രികയിലൂടെ അറിയിച്ചിരിക്കുകയാണ്. തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ UDF നൽകുന്ന 5 പ്രധാനപ്പെട്ട ഗ്യാരണ്ടി ഉണ്ട്, അതായത് പ്രധാനപ്പെട്ട ഉറപ്പാണ് ഈ സമയത്ത് നൽകിയിട്ടുള്ളത്. അത് ഏറ്റവും ആദ്യത്തേത് 3000 രൂപ ക്ഷേമ പെൻഷൻ, അതായത് ജൂൺ മാസം മുതൽ തന്നെ ഈ രീതിയിൽ 3000 രൂപ വീതം ക്ഷേമ പെൻഷൻ ഉയർത്തും. എല്ലാ മാസങ്ങളിലും കൃത്യമായിട്ട് നൽകുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണം. ഇനി അത് മാത്രമല്ല, പെൺകുട്ടികൾക്ക്, അത് കോളേജ് ലെവലിൽ പഠിക്കുന്നവർക്ക് പ്രതിമാസം 1000 രൂപ വീതം ലഭിക്കുന്ന പ്രത്യേക സ്കീം. ഇനി അതോടൊപ്പം തന്നെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിൽ പ്രത്യേക ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. ഒരു വീടിന് ലഭിക്കുന്നത് 25 ലക്ഷം രൂപയുടെ കവറേജ് ആയിരിക്കും. അതോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര. ഇതുമാത്രമല്ല, യുവതീ യുവാക്കൾക്ക് അവർക്കൊരു സ്വയം തൊഴിൽ കണ്ടെത്തണമെങ്കിൽ അല്ലെങ്കിൽ അവർക്കൊരു സംരംഭം ആരംഭിക്കണമെങ്കിൽ പലിശരഹിത വായ്പയായിട്ട് 5 ലക്ഷം രൂപ വീതം നൽകുന്ന പ്രധാനപ്പെട്ട ഒരു സ്കീം. അങ്ങനെ 5 ഇന സ്കീമുകൾ ഇന്ദിര ഗ്യാരണ്ടി സ്കീം എന്ന പേരിൽ നടപ്പിലാക്കുമെന്നാണ് ഇപ്പോൾ UDF പ്രകടന പത്രികയിലൂടെ അറിയിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതിയിലേക്ക് അപേക്ഷ വെച്ചവർ ശ്രദ്ധിക്കണം. 5 ലക്ഷത്തോളം അപേക്ഷകർക്ക് വേണ്ടിയാണ് ഈ സ്കോളർഷിപ്പ് വിതരണം ചെയ്യുന്നത്. 5 ലക്ഷം പേരായിട്ടില്ല, ഇനിയും ഒരുപാട് അപേക്ഷ വയ്ക്കാനുള്ള അവസരമുണ്ട്. അപേക്ഷ വെച്ചിട്ടില്ലാത്തവർ എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കുക. കാരണം അപേക്ഷ വയ്ക്കാൻ വൈകും തോറും നമുക്ക് ആനുകൂല്യങ്ങൾ തടസ്സപ്പെടും. ഓരോ മാസത്തെ ആനുകൂല്യം വൈകും, അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. അതുമാത്രമല്ല, പദ്ധതി ഈ വർഷത്തെ അവസാനിച്ച് കഴിഞ്ഞാൽ പിന്നീട് അടുത്ത വർഷം ഓപ്പൺ ആകുന്ന സമയത്ത് വീണ്ടും അപേക്ഷ വയ്ക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഇപ്പോൾ വിതരണം ചെയ്യാൻ പോകുന്നത് 2ാം ഗഡുവാണ്. ആദ്യഘട്ടത്തിൽ 10,000 പേർക്ക് ധനസഹായം എത്തിയിരുന്നു. ഇത് 2ാം ഗഡു വിതരണം ചെയ്യാൻ പോവുകയാണ്. ഇതുവരെ ലഭിക്കാത്തവർക്ക്, അതായത് അപ്രൂവലായിട്ടും തുക ലഭിക്കാത്ത എല്ലാവർക്കും, അപേക്ഷ വെച്ച് അപ്രൂവൽ ലഭിച്ചിട്ടുള്ള എല്ലാവർക്കും ഈ ഗഡുവിൽ അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ധനസഹായം ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. 1000 രൂപയാണ് ക്രെഡിറ്റ് ആവുക. 12 മാസത്തേക്കുള്ള സഹായമാണ് വിതരണം ചെയ്യുന്നത്. അതായത് നിങ്ങൾക്ക് ലഭിച്ച ആദ്യ ഗഡു മുതൽ അങ്ങനെ 12 ഗഡുക്കളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. ഇനി അപേക്ഷ വയ്ക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കുടുംബ വാർഷിക വരുമാനം 5 ലക്ഷം രൂപയിൽ താഴെയായിരുന്നാൽ മതി. റേഷൻ കാർഡ് ഇവിടെ വ്യത്യാസമില്ലാതെ തന്നെ അപേക്ഷ വയ്ക്കാം. അത് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരോ, അതായത് PSC കോച്ചിങ് അല്ലെങ്കിൽ റെയിൽവേയുടെ കോച്ചിങ്, അതോടൊപ്പം തന്നെ കരനാവിക വ്യോമസേന പരീക്ഷകൾക്ക് വേണ്ടിയുള്ള പരിശീലനങ്ങൾ നേടുന്നവർ, അങ്ങനെ വിവിധ മേഖലകളിൽ പരിശീലനം നേടുന്നവർ, നൈപുണ്യ കോഴ്സുകൾ പഠിക്കുന്നവർ, സ്കിൽ കോഴ്സുകൾ, അങ്ങനെയുള്ളവ പഠിക്കുന്നവർക്കും ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നതായിരിക്കും. 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയായിരിക്കും പ്രായപരിധി. കുടുംബ വാർഷിക വരുമാനം 5 ലക്ഷം രൂപയിൽ താഴെയായിരുന്നാൽ മതി. വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ്, BPL കാർഡിൻ്റെ വിതരണം ഈ മാസം മുതൽ ആരംഭിക്കും. അപേക്ഷ വെച്ച് APL റേഷൻ കാർഡ് ഉടമകൾ ശ്രദ്ധിക്കുക. 65,000 കുടുംബങ്ങൾക്ക് ഈ പ്രാവശ്യം BPL റേഷൻ കാർഡുകൾ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഏറ്റവും വലിയ പ്രഖ്യാപനമാണ് സംസ്ഥാന സർക്കാർ നടത്തി ഈ റേഷൻ കാർഡുകൾ വിതരണം ചെയ്യുന്നത്. ഇതോടെ 1 ലക്ഷം റേഷൻ കാർഡുകൾ ഈ അടുത്ത കാലത്തായിട്ട് സർക്കാരിന് വിതരണം ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത്. ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.